ഹായ് ഹലോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വറുത്തരച്ച കടലക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ച കടല നല്ല വൃത്തിയായിട്ട് കഴുകി കുക്കറിലേക്ക് ഇടുക. ഒപ്പം 4-5 പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള അരിഞ്ഞത്, തക്കാളി, ഇത്തിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം കുക്കറിൽ വെച്ച് വേവിക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർക്കുക. തേങ്ങയുടെ കൂടെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഇത്തിരി കരിവേപ്പില, 3 കഷ്ണം വെളുത്തുള്ളി, കുഞ്ഞുള്ളിയാണ് ഇടേണ്ടത്. എൻ്റെ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത്തിരി ഇട്ടത്. പിന്നെ പെരിഞ്ജീരകം ഒരു പിടി, കുഞ്ഞു പിടി പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നല്ലോണം മൂപ്പിച്ച് എടുക്കുക. അറിയാലോ നമ്മുടെ തേങ്ങ വറുക്കുന്ന പാകം, ചെറു തീയിലിട്ട് വേണം തേങ്ങ എപ്പോഴും നമ്മൾ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിയാൻ പാടില്ല, അത് പതിയെ വെന്ത് വരണം, എല്ലാം ഇതിൽ മിക്സായി വരണം. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബ്രൗൺ കളർ ആകണം. നല്ല രീതിയിൽ ബ്രൗൺ കളർ ആകുന്നവരേക്കും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ വെച്ചത് പാകമായോ എന്ന് നോക്കുക. തുറന്ന് എന്ത് ചെയ്യണം, 4-5 വിസിൽ കേൾപ്പിച്ച ശേഷം എടുക്കുമ്പോൾ ഇതേ രീതിയിൽ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കടല പാകമായി എന്നാണ് അർത്ഥം. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കടല ഓക്കെയാണ്. ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലോട്ട് മഞ്ഞൾപ്പൊടി, നമ്മുടെ മുളക് പൊടി, ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ, അതായത് ചുമപ്പ് കിട്ടാൻ വേണ്ടി, നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് മല്ലിപ്പൊടി ചേർക്കുക, ഗരം മസാല ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ പച്ച മണമൊക്കെ മാറുന്നത് വരെ നമ്മൾ ആ തേങ്ങ നല്ലോണം മൂപ്പിച്ച് മിക്സിയിലിട്ടടുത്ത് അടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അടിച്ചെടുത്ത ആ കൂട്ട് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ മിക്സിയിലേക്ക് നല്ല രീതിയിൽ ഒഴിക്കുക. അതിലിത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യണം, ഒഴിക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ സത്വമൊന്നും ആ മിക്സിയുടെ ജാറിൽ കാണത്തില്ല. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കരിവേപ്പില ചേർക്കുക. പിന്നീട് കടുക് വറുക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം വറ്റൽമുളക് ഇടുക. ഞാൻ ഒരു മുളക് ഇട്ടുള്ളൂ. പിന്നീട് നമ്മുടെ കറിവേപ്പില, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും കേട്ടോ. അത് മിക്സ് ചെയ്ത ശേഷം അതെന്ത് ചെയ്യുക, നമ്മുടെ കറിയിലേക്ക് പകർന്നൊഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അത് കുറുകുന്ന വരേക്കും എന്ത് ചെയ്യുക, അങ്ങനെ വെച്ചിരിക്കുക. കുറുകി വരുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ നല്ല രീതിയിൽ കറി കുറുകി വന്നു എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വിളമ്പാനുള്ള പാത്രത്തിലേക്ക് പകർന്നൊഴിക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കടലക്കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് നല്ല കോമ്പിനേഷൻ വേണ്ടേ. അപ്പോൾ രാവിലെ കാപ്പിക്ക് അപ്പമാണേ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ചൂടായ അപ്പച്ചട്ടിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം അതിനെ മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പത്തിൻ്റെ 4 സൈഡും മുരിഞ്ഞ് വരുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പം മുരിഞ്ഞ് വരുന്നവരേക്കും എന്ത് ചെയ്യണം, അത് വെച്ചിരുന്നിട്ട് പതുക്കെ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണല്ലോ. എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ഇരുമ്പ് ചട്ടിയിലായിരുന്നു പണ്ട് അപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതൊന്നും വാങ്ങാൻ കിട്ടും, പക്ഷേ എല്ലാവരും എളുപ്പ ജോലിയല്ലേ നോക്കാറല്ലേ. അങ്ങനെ എൻ്റെ കയ്യിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രമേ ഉള്ളൂ. അപ്പോൾ മുരിഞ്ഞ് വന്ന അപ്പം എന്ത് ചെയ്തു, പാത്രത്തിലോട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി അതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി സുഖമായിട്ട് എന്ത് ചെയ്യുക, ഈ അപ്പവും കടലക്കറിയുടെ കൂട്ടും കൂടെ ചേർത്ത് നല്ല രുചികരമായിട്ട് ആഹാരം അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.